ചൂട് വർദ്ധിക്കുന്നതോടെ ജലാശയങ്ങളടക്കം വറ്റി വരണ്ടു. ഇതോടെ ജലത്തിന്റെ ഗുണമേന്മയിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ചൂട് കൂടുമ്പോൾ നമുക്ക് ഇവാപ്രേഷൻ കൂടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇവാപ്രേഷൻ കൂടുന്നതനുസരിച്ച് ജലാശയങ്ങളിൽ വെള്ളം ധാരാളമായിട്ട് കുറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ വാട്ടറിൻ്റെ ക്വാളിറ്റിയും വളരെയധികം അഫക്റ്റഡ് ആവുന്നുണ്ട്. ചൂട് കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഇവാപ്രേഷനും അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസും കാരണം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും കാരണം. കാലാവസ്ഥാ വ്യതിയാനവും കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ വർധനവും ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തുന്നതുമെല്ലാം താപനില വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണമാണ്. എപ്പോഴും കാലാവസ്ഥയെ അതിൻ്റെ വ്യതിയാനത്തെ നമ്മൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും വാഹനങ്ങളുടെ ഉപയോഗമാണെങ്കിലും മറ്റ് ഫ്യൂൾസിൻ്റെ ഉപയോഗമാണെങ്കിലും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, സിമെൻറ്റ്, സ്റ്റീൽ പോലുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ ഉപഭോഗമൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. പൊതുവേ നമ്മൾ മിതത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ഒരു മാർഗം. സൂര്യതാപം ഉയരുന്നതോടെ സൂര്യാഘാതവും സംഭവിച്ചേക്കാം. കൂടാതെ നിർജ്ജലീകരണവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം. വനങ്ങളിൽ കാട്ടുതീ സാധ്യതയുള്ളതുകൊണ്ട് വനംവകുപ്പ് നിർദ്ദേശം പാലിക്കണമെന്ന് വനംവകുപ്പും പകൽ 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ പരമാവധി യാത്രയും ജോലിയും ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.